രാവിലെ തന്നെ ഇറങ്ങും കേട്ടോ. 3 മണിയായി ഏകദേശം. ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ MBRലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പൊക്കെ എടുത്തു. ബാക്കി എല്ലാ സംഭവങ്ങളും കാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എൻ്റെ ഹാൻഡ് ബാഗും ഞാനും എൻ്റെ കെട്ടിയതും ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വടകരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ചേട്ടായി ചാടി ഇറങ്ങുവാണ്. ഞങ്ങൾ MBRലേക്കുള്ള യാത്രയാണ് കേട്ടോ. ശരിക്കും ആങ്ങളെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ പയ്യോളി എത്തിയിട്ടുണ്ട്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഉള്ള യാത്രയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു തട്ടുകടയിലൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. ഞങ്ങളിങ്ങനെ പോരുന്നു. ഇതാ ചേട്ടായി പുറകിലിരിക്കുന്നു. പിന്നെ ട്രാഫിക്കൊക്കെ കുറച്ച് കുറവാട്ടോ. ഈ സമയത്ത് കുറച്ച് ട്രാഫിക്കൊക്കെ കുറവാണ്. ഞങ്ങളിപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. കൊയിലാണ്ടി എത്തി. ഞങ്ങൾ MBR ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റൽ ക്യാൻറ്റീന് മുമ്പിലുള്ള കുളത്തിൽ നിറച്ച് മീനാണ്. ഞങ്ങൾ റൂമിലേക്ക് വരികയാണ്. പിന്നെ അറ്റൻഡർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂം ക്ലീൻ ആക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ MBRൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ MBRൽ വന്ന പാടെ അനസ്തേഷ്യയുടെ ഡോക്ടറെ കണ്ടു. അനസ്തേഷ്യയുടെ ഡോക്ടർ പിന്നെ ഞങ്ങൾ സർജൻ്റെ അടുത്തേക്ക് വിട്ടു. സർജനെ കാണിച്ചു. അപ്പം നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് തന്നെയായിരുന്നു വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത് പിന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ എനിക്ക് പ്ലേറ്റ്ലെറ്റ് WBC നന്നായിട്ട് കുറവുണ്ടായിരുന്നു. പിന്നെ HB കുറച്ച് ലോ തന്നെയായിരുന്നു. പിന്നെ RBC അതങ്ങനെ RBS അത് കുറച്ച് കുറവുണ്ടായിരുന്നു. അതങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ നോക്കാം. അത് കഴിഞ്ഞ് കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുത്ത ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ, അടുത്ത ആഴ്ച നമുക്ക് സർജറി ചെയ്യാം. അപ്പം ടെസ്റ്റ് ഒന്നുകൂടെ നമുക്ക് റീടെസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് വരട്ടെ, 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ നോക്കിയിരുന്നു. ഇനിയും തിരിച്ച് പോയിട്ട് വരണമല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടത്തിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. ഏതായാലും റിസൾട്ട് വന്നപ്പം കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സർജറി നാളെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് നാളെ എനിക്ക് സർജറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടായി താഴെ ക്യാൻറ്റീനിൽ പോയിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു. പിന്നെ കൗണ്ട് കുറവായതുകൊണ്ട് അനാറ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ കുറച്ച് ജ്യൂസ് അടിക്കണം. ജ്യൂസറുള്ളതുകൊണ്ട് അതൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ യാത്ര ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഇത്ര ലോങ് യാത്ര ചെയ്തു. പിന്നെ ഇവിടെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ക്ഷീണം മാറുന്നു വിചാരിക്കുന്നു. എപ്പോഴും കുത്തുന്ന ഇവിടെ തന്നെയാണ്. ഫുള്ള് കുത്തുവാൻ ഞരമ്പിന് ടൈൽസും അതറിഞ്ഞേ ഉള്ളൂ. സിസ്റ്റർ വന്നിട്ട് ബ്ലഡൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഏതായാലും പിന്നെ നാളെ രാവിലെ ഒരു എക്സ്റേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെറ്റ് സ്കാനിന് ടൈമില്ല എന്ന് പറഞ്ഞു. പെറ്റ് സ്കാൻ കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേതായാലും ഇത് കഴിഞ്ഞ ശേഷം ഇനി പെറ്റ് സ്കാൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ എക്സ്റേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ എല്ലാം രാവിലത്തേക്ക് കഴിച്ച് വെക്കണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ 10 മണിക്ക് ഫുഡ് കഴിക്കുക. പിന്നെ അതിന് ശേഷം 6 മണി വരെ വെള്ളം മാത്രം കുടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഫുഡൊന്നും കഴിക്കരുത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പം TT എടുക്കാൻ വേണ്ടി ഇപ്പം ഒന്നുകൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ട്, അതൊക്കെ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ പോയിട്ടുണ്ട്.